എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ ദർശിക്കുക അഥവാ ശ്രവിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്ത മന്ത്രതന്ത്ര ഉപാസനാ പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ്. മറക്കാതെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ക്ഷേത്ര പരിചയത്തിലൂടെ ഇന്ന് അതീവ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ദേവീക്ഷേത്ര ചൈതന്യ ഭാവത്തെക്കുറിച്ചാണ് പ്രതിപാദ്യം. പ്രകൃതി തന്നെ അനേക വർണ്ണക്കാഴ്ചകൾ ഒരുക്കിയ ഭൂമിയിലെ തന്നെ ഏറ്റവും പരിമളമായ തൃക്കപാലേശ്വരം മഹാദേവീ ക്ഷേത്രം, പ്രകൃതിയുടെ സാർവത്രികമായിട്ടുള്ള കർമ്മവിധാനങ്ങളാൽ പ്രകൃതീശ്വരിയുടെ ചൈതന്യം കനിഞ്ഞൊഴുകണ മഹാദേവീ ക്ഷേത്രം, സച്ചിദാനന്ദ സ്വരൂപിണി ഭഗവാൻ മഹാദേവനോടൊപ്പം ധന്യമായിരിക്കണ പൊൻ ശ്രീലകങ്ങളാണ്. ഒട്ടേറെ മനോഹാരിത നിറഞ്ഞ ഭൂപ്രദേശ ഭാവങ്ങളാണ്. പ്രകൃതി തന്നെ അനവധി നിരവധി വർണ്ണമയമായ കൗതുക ഭാവങ്ങളാൽ മനോഹരമാക്കിയ സ്ഥാനഭാവം. അതുകൂടാതെയോ പ്രകൃതിയുടെ തന്നെ സ്തനഭാരങ്ങളാകണ വൻശില കെട്ടുകളാൽ, പാറക്കെട്ടുകളാൽ അതീവ മനോഹാരിതയാർന്ന പ്രദേശ നിധാനം, ഭക്തിയുടെയും മനസ്സംതൃപ്തിയുടെയും ആഗ്രഹങ്ങളുടെയും ഒക്കെ നിറവിലാണ് മനുഷ്യ മനസ്സുകൾക്ക് സുഹൃതമായ ആലയഭാവം. ഭഗവതിയുടെ ക്ഷേത്രനടയിലേക്ക് എത്തേണ്ടുന്ന വിധാനം എന്ന് പറയുമ്പോഴാണ് കൊല്ലം ജില്ലയിൽ കലൈപുരം ദേശത്തിനടുത്ത് തൊട്ടടുത്ത ജംഗ്ഷനിൽ നിന്ന് പട്ടാഴിമുക്ക് എന്ന ജംഗ്ഷനിൽ നിന്ന് പട്ടാഴി എന്ന ദേശത്തിലേക്ക് പോകുന്ന മാർഗേ അന്തമൻ എന്ന സ്ഥലത്ത് നിന്ന് കിഴക്കോട്ട് ദർശനമാക്കി അല്ലെങ്കിൽ വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഭഗവതിയുടെ ആലയഭാവത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഉദ്ദിഷ്ടകാര്യസിദ്ധിയാൽ പ്രാമുഖ്യം നേടിയ മഹാദേവി സന്നിധാനം. ഭഗവതിയുടെ പ്രധാന വഴിപാടുകൾ രക്തപുഷ്പാഞ്ജലി, ഗുരുതി പുഷ്പാഞ്ജലി, അതേപോലെ തന്നെ അഠയ്ക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രമാകയാൽ ഭഗവതിക്ക് അഠനിവേദ്യം നടത്തുന്ന സജ്ജനത്തിന് അഭിഷ്ടങ്ങളെ വരപ്രധായിനിയായിരിക്കണ ഭഗവതി സച്ചിദാനന്ദ സ്വരൂപിണി എല്ലായ്പ്പോഴും ധന്യമാക്കും എന്നുള്ളതിൽ തർക്കമില്ലാത്ത ഒരു മഹാക്ഷേത്ര സഞ്ചയം. അപൂർവം ക്ഷേത്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന എല്ലാ ഗുണങ്ങളും ഏറ്റവും പരിപൂർണമായിട്ടുള്ള രീതിയിൽ നമ്മുടെ മനസ്സിന്, ശരീരത്തിന്, അതേപോലെ തന്നെ ആത്മാവിന് ശുദ്ധി വരുത്തുന്ന ഉദ്ദിഷ്ടമായ സ്ഥാനഭാവം. ചൊവ്വ വെള്ളി ദിനഭാവങ്ങളിൽ ഭഗവതിയെ ആശ്രയിക്കുന്നവരെ എല്ലായ്പ്പോഴും സംരക്ഷിക്കണ സാക്ഷാൽ രക്തേശ്വരിയായിരിക്കണ ഭഗവതി ഭദ്രകാളി ദേവി പൊൻപ്രഭയിൽ വിളങ്ങി നിൽക്കണ ദേശഭാവം. സർവ ചരാചരങ്ങളിലും ഭദ്രമായി ജീവിത സാഹചര്യങ്ങളെ ധന്യമാക്കണ ഭഗവതി സച്ചിദാനന്ദ സ്വരൂപിണിയായി വാഴുന്ന ഈ സ്ഥാനഭാവത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ വളരെയധികം ഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യണം. ചൊവ്വ വെള്ളി ദിനങ്ങളിൽ അനേക സജ്ജനങ്ങളാണ് ഈ ദേശത്തേക്ക് എത്തിച്ചേരുന്നത്. അമ്മയുടെ തൃപ്പാധാരബിന്ദങ്ങളിൽ മഹാദേവൻ്റെ ശ്രേഷ്ഠമായ ശത്രുഭാവ ദോഷങ്ങളിൽ നിന്ന് മുക്തരായി തങ്ങൾക്ക് ഏറ്റവും സുപ്രധാനമായ ജീവിതഭാവത്തെ ധന്യമാക്കുവാൻ അടനിവേദ്യം ധന്യമാക്കണ സജ്ജനങ്ങൾക്ക് യഥേഷ്ടം കാമനകൾ നേടുവാനും അതേപോലെ വിദ്യാ
സ്വരൂപിണിയായിരിക്കുന്ന ഭഗവതി സരസ്വതി കടാക്ഷത്താൽ അനേക വിദ്യാർത്ഥികൾക്ക് പ്രചോദനമാകുകയും അതേപോലെ വിദ്യാധി ഭാവങ്ങളാൽ ശ്രേഷ്ഠ ജോലി ധന്യതകൾ വന്നു ചേരുവാനും സാധിക്കണം. ഈ മഹനീയ സന്നിധിയിലാണ് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ജന്മസുഹൃതം എന്ന് മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ. പ്രകൃതി തന്നെ ഒരുക്കിയിരിക്കുന്ന ഈ മഹനീയ ആരാധനാലയത്തിലേക്ക് ഒരു ദിനമെങ്കിലും ജീവിത സാഹചര്യങ്ങളിൽ ദുരിതമനുഭവിക്കുന്നവരെത്തിച്ചേർന്നാൽ ഒരിക്കലും ഈ അമ്മയെ അല്ലെങ്കിൽ ഭഗവതി അമ്മ പുണ്യതബ്രാഠ്യയെ മറക്കുകയില്ല. അത്രയധികം ചൈതന്യപൂർണമായ ശക്തി സ്വരൂപിണി വാഴുന്ന സ്വർഗവിധാനം എന്ന് തന്നെ പറയുവാൻ സാധിക്കുകയുള്ളൂ. അന്നേരം ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അടുത്ത മറ്റൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.